Hi friends, നമസ്കാരം. എൻ്റെ പേര് നിംഷ. എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പാനിപൂരിയാണ്. ഇത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാണുന്ന ഒരു സ്ട്രീറ്റ് സ്നാക്ക് ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഗോൾഗപ്പ അഥവാ പൂരി, ടാമറിൻ ചട്നി, ടീക്ക പാനി, പാനിപൂരിയുടെ ഫില്ലിങ് ഇതെല്ലാം തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പാനിപൂരി തയ്യാറാക്കാൻ. അപ്പം നമുക്ക് പാനിപൂരി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗോൾഗപ്പ അഥവാ പൂരി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന റവ ഇതുപോലെ വളരെ ഫൈനായിട്ടുള്ള റവയാണ്. ഈ ഒരു റവ ഉപയോഗിച്ച് പാനിപൂരി തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണത്. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ റവ ഉപയോഗിച്ചും ഗോൾഗപ്പ തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നമുക്കൊരു 4-5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു അളവ് ഉപയോഗിച്ച് നമുക്കൊരു 40-45 പൂരി വരെ ഉണ്ടാക്കിയെടുക്കാം. റവ ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇനി ഇത് ഞാനൊരു നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് കവർ ചെയ്ത് വയ്ക്കുകയാണ്. ഞാനിവിടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയുടെ എക്സസ് ആയിട്ടുള്ള വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഞാനിവിടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നനഞ്ഞ തുണി വെച്ച് ഇത് കവർ ചെയ്തില്ലെങ്കിൽ ഡോ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യണത്. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഡോ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനി നമുക്കൊരു റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇത് നമുക്കിനി ചപ്പാത്തിയൊക്കെ പരത്തണത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പുട്ടുകുറ്റിയുടെ അടപ്പാണ്. എഡ്ജസ് ഷാർപ്പായിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാം. റൗണ്ട് ഷേപ്പിലുള്ള കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്കിതൊന്ന് എടുക്കാം. ഇതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ആവശ്യം. ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിന്നാവാനും പാടില്ല. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കറക്റ്റായിട്ട് ചൂടായില്ലെങ്കിൽ ഇത് പൊങ്ങി വരില്ല. ഞാൻ പൂരികൾ ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ പൂരികളുടെ തിക്നെസ് കറക്റ്റ് ആയാൽ മാത്രമേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് പൊങ്ങി വരുള്ളൂ. തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടം പോലെ ഇരിക്കുള്ളൂ. ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റണം. ഇതുപോലെ നമുക്ക് എല്ലാ പൂരികളും ലൈറ്റ് ഗോൾഡൻ കളർ ആവണത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് കോരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാൻ എല്ലാ പൂരികളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് ഉപയോഗിച്ച് നമുക്ക് 40-45 പൂരികൾ വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണെടുത്തൊന്ന് പൊടിച്ച് കാണിക്കാം.
അപ്പോൾ നമുക്ക് സ്വീറ്റ് ചട്നി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം അഥവാ 1 കപ്പ് പുളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്യൂരി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കാം. ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി അരിച്ചെടുക്കാം. ഈ പുളിയുടെ പൾപ്പ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചുക്കിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ചേർത്ത് കൊടുക്കണില്ല, എനിക്കിതിന്റെ ടേസ്റ്റ് അത്ര താല്പര്യമില്ല, അത് കാരണം ഞാൻ ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 8-10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പുളി അത്യാവശ്യം നല്ല മധുരമുള്ള പുളിയാണ്, അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടില്ലേ, ഇതിപ്പോ ആ പത പോലെ ഉണ്ടായിരുന്നതെല്ലാം പോയി നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടിയും തിക്കായിട്ട് മാറും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ടീക്ക പാനി അഥവാ ഗ്രീൻ കളറിലുള്ള ഒരു പാനിയില്ലേ, അത് തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 കപ്പ് പുതിന ഇല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. 2 എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് അരച്ചു കൊണ്ടുവന്ന് കാണിക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് നമ്മൾ അരച്ചു വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊന്ന് അരിച്ചിട്ടാണ് ആഡ് ചെയ്യണത്. അരച്ചെടുത്ത മിക്സ് ഞാനിതിലേക്ക് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 3 ടേബിൾ സ്പൂൺ റെഡിമെയ്ഡ് പാനിപ്പൂരി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യണത് എവറസ്റ്റ് ബ്രാൻഡിന്റെ പാനിപ്പൂരി മസാലയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ബൂന്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടീക്ക പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേവിച്ചെടുത്ത 1/2 കപ്പ് കറുത്ത കടല. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത 1/2 കപ്പ് ചെറുപയർ. ഇതും ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഞാനിവിടെ വേവിച്ച് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് എടുത്തതാണത്. ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രൈഡ് ഗ്രീൻ പീസ് ആണ്, ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല. 1 സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഗ്രീൻ പീസിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിലേക്കും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചാറ്റ് മസാല നമുക്ക് ഗ്രീൻ പീസിലേക്കും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി പൊട്ടറ്റോയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കുറച്ച് ചേർത്ത് കൊടുക്കാം. സവോള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് നല്ലതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്
ഫില്ലിങ്സ് വെച്ച് നമുക്കിത് കഴിക്കാം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.